വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പാലായിലെ വ്യാപാരികൾ വരവേൽപ്പ് നൽകി. ജാഥ ക്യാപ്റ്റനെ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയിൽ സ്വീകരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റനും സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ES ബിജുവിന്റെ നേതൃത്വത്തിൽ ജനുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥയാണ് വിവിധ ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കോട്ടയം ജില്ലയിലെത്തിയത്. ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, GSTയിലെ അപാകതകൾ പരിഹരിക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി ഫെബ്രുവരി 13 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലായിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ CPIM ഏരിയ സെക്രട്ടറി PM ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ക്യാപ്റ്റൻ ES ബിജു ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. 80 സ്വീകരണ കേന്ദ്രങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ആ 80 കേന്ദ്രങ്ങളിലൂടെ കടന്നു ചെന്ന് ജനുവരി മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നമ്മുടെ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് ഫെബ്രുവരി മാസം 13-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ 16 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെയും ചെറുകിട വ്യവസായികളെയും പ്രതിനിധീകരിച്ച് 1000-ഓളം വരുന്ന സന്നദ്ധ വളണ്ടിയർമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളോടും വ്യാപാര മേഖലയിലെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോടും വിശദീകരിച്ചുകൊണ്ടാണ് ഈ ജാഥ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. GSTയിലെ അപാകതകൾ പരിഹരിക്കണമെന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. വാടക കെട്ടിടങ്ങൾക്ക് മേൽ 18% അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും ഒഴിവാക്കണം എന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ്. വിലക്കയറ്റം തടയണമെന്നത് ജാഥയുടെ മുദ്രാവാക്യമാണ്. ഔസേപ്പച്ചൻ തകടിയൽ, ജോജി ജോസഫ്, ദീപു സുരേന്ദ്രൻ, ജോസ് കുറ്റ്യാനിമറ്റം, B അജിത് കുമാർ, അബ്ദുൾ സലീം, അന്നമ്മ രാജു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാപാര സംരക്ഷണ ജാഥ ജനുവരി 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. i4A ന്യൂസ് പാല.